നമസ്കാരം. മനസ്സിൽ കവിത നിറയ്ക്കുന്ന മാമ്പഴത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം. മാമ്പഴം പത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ആദരപൂർവ്വം വിധികർത്താക്കളെ സ്വാഗതം ചെയ്യുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ സർ, മുരുകൻ കാട്ടാക്കട സർ. മാമ്പഴം പത്തിന്റെ ഈ അധ്യായത്തിലേക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കീബോർഡ് ശ്രീ മനോജ്, പുല്ലാങ്കുഴൽ ശ്രീ വരുൺ, റിഥം കമ്പോസർ ശ്രീ ജോയ്, ഇടയ്ക്ക ശ്രീ ജ്യോതിദാസ്. മാമ്പഴം പത്തിന്റെ ഈ അധ്യായത്തിൽ ഇന്നാദ്യം നാടോടി ചൊൽവഴക്കമുള്ള ഒരു കവിത ചൊല്ലാനെത്തുന്നു അനന്തലക്ഷ്മി. അനന്തലക്ഷ്മി, ഇന്ന് ഏത് കവിതയാണ് ചൊല്ലുന്നത്? ഞാൻ ശ്രീ കാവാലം നാരായണ പണിക്കർ സാർ എഴുതിയ അതിരും തല എന്ന കവിത. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ താളാത്മകമായിട്ടും ഈണത്തിലൊക്കെ ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പാണ്ടിയുടെ മലനാടിന്റെ അതിരും തലയ്ക്കൽ ഒരു പെരുമരമുണ്ടേ, പാണ്ടിപ്പെരുമരം. അതിലൊരു കിളി, ഇരുകിളി, മുക്കിളി, നാങ്കിളി, ഐങ്കിളി, പൈങ്കിളി, കിളി 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 കിളി. പാണ്ടിയുടെ മലനാടിന്റെ അതിരും തലയ്ക്കൽ ഒരു പെരുമരമുണ്ടേ, പാണ്ടിപ്പെരുമരം. അതിലൊരു കിളി, ഇരുകിളി, മുക്കിളി, നാങ്കിളി, ഐങ്കിളി, പൈങ്കിളി, കിളി 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 കിളി. ആറുനുളി പനങ്കണ്ണൻ ചെറുകിളി, പാലും മേൽ കുറിയൻ കിളി, ചുണ്ടച്ചോ നിലക്കിളി, കുരലൻ കിളി, കുരലാരൻ കിളി, വരയൻ കിളി, വരിവാലൻ കിളി, വാലെ വാലെ മേലെ മേലെ നാളേക്കു നേടി വയ്ക്കാത്ത കിളി 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 കിളി. പാണ്ടിയുടെ മലനാടിന്റെ അതിരും തലയ്ക്കൽ ഒരു പെരുമരമുണ്ടേ, പാണ്ടിപ്പെരുമരം. അതിലൊരു കിളി, ഇരുകിളി, മുക്കിളി, നാങ്കിളി, ഐങ്കിളി, പൈങ്കിളി, കിളി 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 കിളി. അത്തിക്കുന്നിത്തിക്കുന്ന് ചെത്തിക്കുന്ന് ചെന്താമരക്കുന്നിന്മീതെ തലയെടുത്തു നിൽക്കും പാണ്ടിപ്പെരുമരം. അത് പാണ്ടിയുടേതോ മലയാളത്തിൻ്റെതോ എന്നിരുവശവും വക്കാണിച്ചു പാണ്ഡിയരും മലനാട്ടുമക്കളും. നിരനിരന്നു നിൽക്കും എരക്കപ്പുറ്റെരപ്പന്മാരിവർ, എരപ്പകളും വരത്തരുമെന്നിവർക്കു തന്നെ അറിയാമായിരുന്നിട്ടോ, അറിവില്ലാതായിരുന്നിട്ടോ, ഇരുചേരികളായി വകതിരിഞ്ഞു നിന്നിട്ട് ആരായി മരത്തെ തൊടാൻ വളർന്നവൻ എന്ന് വാതാടും നേരം, പാണ്ടിപ്പെരുമരമുകളിൽ പടകൂട്ടി ചിറകടി കളിയാക്കി ചല 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 ചല. പാണ്ടിയുടെ മലനാടിന്റെ അതിരും തലയ്ക്കൽ ഒരു പെരുമരമുണ്ടേ, പാണ്ടിപ്പെരുമരം. അതിലൊരു കിളി, ഇരുകിളി, മുക്കിളി, നാങ്കിളി, ഐങ്കിളി, പൈങ്കിളി, കിളി 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 കിളി. ഇങ്ങേ കൂറ്റരും അങ്ങേ കൂറ്റരും പണി വിട്ട് മറുത്തു നിന്നിട്ട്, കാരായ്മയായി കിട്ടിയ തെറികളെ കൊട്ടപ്പടി വെതറിയിട്ട്, മാനം കാക്കാൻ ഇരുകാലി നിൽക്കും നിൽപ്പു കണ്ടിട്ട്, മലയ്ക്കൊക്കെ കാറും വെച്ച് മുട്ടനിടി വെട്ടി മലവെള്ളം ചാന്തിറങ്ങി, നെട്ടനിടി വെട്ടി നെടുവെള്ളം നീണ്ടിറങ്ങി, കോടാലി പിടിമുറുക്കിയ കൊടുമ്പിരി കൈകൊണ്ട് പാണ്ടിപ്പെരുമരമൂട്ടില ഞാൻ ഇരുപുറവും വെട്ടി വെട്ടി, മുറിവായകൾ ആഴ്ത്തി ആഴ്ത്തി തണലിട്ടു കൊടുത്ത തായ്മരം ചോടോടെ പെടേന്ന് വീണിട്ട്, അതിരും തലവട്ടത്തിലൊക്കെ അതിർത്തിയായ അതിർത്തിയെല്ലാം തെറിച്ചു കിടന്നിട്ട്, 600,000 കിളികളൊക്കെയും മിളകി വരണ്ട് കുതറി പതറിയിട്ട് ഇരിപ്പിടവും കിടപ്പാണ്
അതിലൊരു കിളി ഇരുകിളി മുക്കിളി നാങ്കിളി ഐങ്കിളി പൈങ്കിളി കിളി 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 പാണ്ടിയുടെ മലനാടിന്റെ അതിരുന്തലയ്ക്കൽ ഒരു പെരുമരമുണ്ടേ പാണ്ടിപ്പെരുമരം ഒരു പെരുമരമുണ്ടേ പാണ്ടിപ്പെരുമരം. അനന്തലക്ഷ്മി ചേച്ചി എത്ര കിളികളാണ് അല്ലേ? അതിലൊരു കിളി മുക്കിളി, അയ്യോ അത്രയും സ്പീഡിൽ പറയാൻ പറ്റില്ല. എന്തായാലും നല്ലോണം ശ്രമിച്ചിട്ടുണ്ടോ ഇതൊന്ന് കാണാതെ പഠിക്കാനും അല്ലേ? എന്തായാലും ഇത്രയും നാടോടി തനിമയുള്ള ഈ നല്ല കവിത, കാവാലം സാറിൻ്റെ ഈ കവിത അനന്തലക്ഷ്മി എങ്ങനെ ചൊല്ലി നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ. അനന്തലക്ഷ്മി, ഇത് താണ്ടാ കവിത ചൊൽക്കാഴ്ച. ഇതാണ് ശരിയായ കവിത ചൊൽക്കാഴ്ച. കവിത അങ്ങ് നിറഞ്ഞ് അതിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും വിസ്തരിച്ച് ഇടറാതെ മനോഹരമായിട്ട് ചൊല്ലി. കാവാലം നാരായണ പണിക്കർ നമ്മുടെ നാട്ടുമലയാളത്തിൻ്റെ മുഴുവൻ നാടോടി വഴക്കങ്ങളും ഹൃദിസ്ഥമാക്കിയ ഒരാളാണ്. അദ്ദേഹം ഇത് ചൊല്ലിക്കേൾക്കുന്നത് വേറൊരു രീതിയിലാണ്. അദ്ദേഹം ചൊല്ലിയ വഴി മായ്ച്ച് കേരളത്തിൽ ഇതുവരെയുള്ള എല്ലാ ചൊല്ലു വഴികളെയും ഇതിലേക്ക് മനോഹരമായിട്ട് സമന്വയിപ്പിച്ചു. ഇത് പഴയ തോറ്റം ചൊല്ലുന്ന രീതി ഇതിലേക്ക് അനന്തലക്ഷ്മി കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ തോറ്റം, ശാസ്താത്തോറ്റമൊക്കെ പാടുമ്പോൾ അക്കാലം പെരുന്തേവിക്കങ്ങോർത്തുടൻ ശ്രീകൈലാസത്ത് ഈശനും പാർവതിയുമായി കൂറ്റന്മേലേറി പാലാഴിക്കെഴുന്നള്ളുമ്പോൾ മാർഗവൻ മധ്യത്തിങ്കൽ മോഹിനി വേഷം കണ്ട് പാർവതിയെ കൈവെടിഞ്ഞ് മോഹിനിയെ മെയ്പുണർന്ന് അങ്ങനെ അയ്യപ്പനുണ്ടാകുമ്പോൾ കാശിരാമേശ്വരം പാണ്ടി മലയാളം പടയ്ക്ക് വാണരുളും കണ്ണനയ്യൻ നിലഹയ്യൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു തോറ്റം രീതിയുണ്ട്. ആ തോറ്റത്തിൻ്റെ പല തോറ്റങ്ങളും ഇങ്ങനെയാണ്. പല ഭഗവതി തോറ്റങ്ങളും ഇങ്ങനെ വർത്തമാനം മൂത്ത് കവിതയാക്കുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ശരിയായ മാർഗം ഈ ചെറിയ പ്രായത്തിൽ അതൊക്കെ ഉള്ളിൽ ഉൾക്കൊണ്ടു എന്നത് അത്ഭുതമാണ്. ഒന്നും പറയാനില്ല. അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. മനോഹരമായിട്ട് ആലപിച്ചു കേട്ടോ. ഇതുപോലെ ഈ കവിതയിൽ ഇങ്ങനെയുള്ള ആലാപന സൗന്ദര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന കവികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായും നല്ല ആനന്ദം തരുന്ന ഒരു അനുഭവമായിരുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിന്. തീർച്ചയായും അതിലൊരു കിളി എന്നുള്ളതെന്ന് ചൊല്ലു. അതിലൊരു കിളി ഇരുകിളി മുക്കിളി നാങ്കിളി ഐങ്കിളി പൈങ്കിളി കിളി 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 കിളി. അങ്ങനെയാണ്. ഈ കിളികൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, നാളേക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കാറില്ല. പാണ്ടിയുടെയോ മലയാളത്തുകാരൻ്റെയോ എന്ന പേരിൽ മരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന മനുഷ്യൻ്റെ അല്പത്വത്തെയും പക്ഷികളുടെ വിശാലതയെയും വളരെ രസകരമായി എന്നാൽ വളരെ ആധികാരികതയോടെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ് ദ്രാവിഡ തനിമയിൽ. വളരെ മനോഹരമായി, സുന്ദരമായി, അനർഗളമായി ആലപിച്ചു കേട്ടോ. വളരെ ഭംഗിയായി. എല്ലാ ആശംസകളും. നന്ദി സർ. അനന്തലക്ഷ്മിക്ക് എത്ര മാർക്ക് ലഭിച്ചു ഈ അതിമനോഹരമായ ആലാപനത്തിന് എന്ന് നമുക്കറിയാം. ലീലാകൃഷ്ണൻ സർ. അനന്തലക്ഷ്മി, മാർക്ക് കൊടുക്കുന്നതിൽ ഞാൻ പിശുക്കനാണെന്നാണ് പൊതുവിലൊരു ധാരണ ആളുകൾക്ക്. ഏതായാലും ഞാൻ 50-ൽ 49 മാർക്ക് തന്ന് അത് ലംഘിക്കാൻ പോവുകയാണ്. നന്ദി സർ. മുരുകൻ സർ. ഇത് ഈ വാക്കുകളെ ഇത്രയും ഭംഗിയായി, കഠിനാധ്വാനം ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇത്ര മനോഹരമായി ഈ കവിതയുടെ ഊർജ്ജം നഷ്ടപ്പെടാതെ കാണാതെ പഠിച്ച് മനോഹരമായി അവതരിപ്പിച്ചതിന്, ഈ അവതരണ ശൈലിക്ക് 30 മാർക്ക്, കാണാതെ പഠിച്ചതിന് 10 മാർക്ക്, അപ്പം 40 ആയില്ലേ അല്ലേ? അതിൻ്റെ സൗന്ദര്യം മനോഹരമായി ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നതിന് 9 മാർക്ക്, അങ്ങനെ 49. 100-ൽ 98 മാർക്കാണ് ലഭിച്ചിരുന്നത്. ഈ മാമ്പഴം 10-ന്റെ 2ാം ഘട്ടത്തിൽ ഇത്രയും ഉയർന്ന മാർക്ക് ഇതുവരെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പം അഭിനന്ദനങ്ങൾ.